അധ്യക്ഷൻ സ്ഥാനമേറ്റ ശേഷമുള്ള കെപിസിസിയുടെ ആദ്യ ഭാരവാഹി യോഗം ഇന്ന് ഡിസിസി അധ്യക്ഷന്മാരും ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അവലോകനമാണ് പ്രധാന അജണ്ട. ഡിസിസി തലങ്ങളിലെ പുനഃസംഘടനയും ചർച്ചയാകും. കെ.ആർ. സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, പുതിയ അധ്യക്ഷനും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ചുമതലയേറ്റ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഡിസിസി പുനഃസംഘടന, കെപിസിസി പുതിയ ഭാരവാഹികളുടെ തീരുമാനം അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുമോ, അതോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമായിരിക്കുമോ നടക്കുക? ജിൽസി, പുതിയ കെപിസിസി അധ്യക്ഷനായി സണ്ണി ജോസഫും അതുപോലെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുമാണ് ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. ഇനി കെപിസിസിയുടെ മറ്റു ഭാരവാഹികളുടെ പുനഃസംഘടന നടക്കാനുണ്ട്. അത് ജനറൽ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവയാണ് നടക്കാനുള്ളത്. ഒപ്പം പുതിയ ഡിസിസി അധ്യക്ഷന്മാരെയും തീരുമാനിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഭൂരിഭാഗം ഡിസിസികളിലും അത്തരം ഒരു അഴിച്ചുപണിയിലേക്കാണ് നേതൃത്വം ആലോചിക്കുന്നത്. അതിൽ ഇന്നത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ അവലോകനമാണ്. ഒപ്പം പുതിയ നേതൃത്വം എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതൊക്കെ ആലോചിക്കാനായി ചേർന്നിരിക്കുന്ന യോഗമാണ്. ഇന്നത്തെ യോഗത്തിൽ കെപിസിസി പുനഃസംഘടനയെക്കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിശദമായ ചർച്ചകളിലേക്ക് യോഗം പോകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോഴുള്ള ഭാരവാഹികളിൽ ഭൂരിഭാഗവും പേരും കെ സുധാകരന്റെ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു. അതിൽ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. ചിലരെ നിലനിർത്തിയും മറ്റു ചിലരെ കൂട്ടിച്ചേർത്തും ചിലരെ ഒഴിവാക്കിയുമൊക്കെ ആയിരിക്കും ആ പുനഃസംഘടന നടക്കുക. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ശശി തരൂർ പല ഘട്ടങ്ങളിലായി ഉണ്ടാക്കുന്ന പ്രതിസന്ധി അത് ദേശീയ തലത്ത് മാത്രമല്ല സംസ്ഥാനത്തും ജനങ്ങൾക്കിടയിൽ ബാധിക്കുന്നുവെന്ന വിലയിരുത്തലുകളുണ്ട്. സ്വാഭാവികമായും ഇത് ഇന്നത്തെ യോഗത്തിൽ ആരെങ്കിലും ഒക്കെ ഉന്നയിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ. സംസ്ഥാന സർക്കാർ 5ാം വർഷത്തിലേക്ക് 2ാം പിണറായി സർക്കാർ കടക്കുകയാണ്. അതിന് അവർക്കെതിരായ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെ അർത്ഥത്തിൽ വേണം എന്ന കാര്യം ഒക്കെ പുതിയ നേതൃത്വം ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം എന്നതടക്കമുള്ള കാര്യങ്ങളുള്ള വിശദമായ ചർച്ച ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും. ഡിസിസി അധ്യക്ഷന്മാരുടെ പുനഃസംഘടന ഉണ്ടാകും എന്നതടക്കമുള്ള സൂചനകളും ഇന്നത്തെ യോഗത്തിൽ പുതിയ നേതൃത്വം നൽകിയേക്കും. ജിൽസി.